2500 കൊല്ലം എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലം പുറകിലാണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? മാർത്താണ്ഡവർമ്മ എന്നൊരു മഹാരാജാവ് തിരുവിതാംകൂർ ഭരിച്ചത് ഏതാണ്ട് 300 ചില്ലുവാനം വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. പഴശ്ശിരാജ ഏതാണ്ട് 300 കൊല്ലം മുമ്പാണ്. താജ്മഹൽ പണിതത് 400-500 കൊല്ലം മുമ്പാണ്. വാസ്കോഡിഗാമ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് വന്നത് 500 കൊല്ലം മുമ്പ് മാത്രമാണ്. അപ്പോൾ 1000 കൊല്ലം എന്ന് പറയുമ്പോൾ അന്നത്തെ സൗകര്യങ്ങൾ എത്രയായിരുന്നു ഉണ്ടായിരുന്നിരിക്കുക കേരളത്തിൽ? 1500 കൊല്ലം മുമ്പോ വളരെ പരിമിതമായിരിക്കും അല്ലേ? ഓലക്കുടിലുകളും മൺപാതകളും നിബിഡ വനങ്ങളും ഒക്കെ മാത്രം ഉണ്ടായിരുന്നൊരു പ്രദേശം. 2000 കൊല്ലം മുമ്പോ 2500 കൊല്ലം മുമ്പോ 2500 വർഷങ്ങൾക്ക് മുമ്പ് തീർത്ഥാടകർ വന്ന് താമസിച്ചിരുന്ന, തീർത്ഥാടകർക്ക് വേണ്ടി പണിതിരുന്ന ഒരു ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ബുട്രിൻറ്റ് എന്ന് പറയുന്ന അൽബേനിയയിലെ ഒരു പുരാനഗരത്തിലെ ഒരു ദേവൻ്റെ ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു ഹോസ്റ്റൽ മന്ദിരം. അന്ന് ഹോസ്റ്റലുണ്ടായിരുന്നു, അന്ന് ഈ മഹത്തായ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ട്രഷറി ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ സമീപം തന്നെ വലിയൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. നഗരഭരണത്തിന് ഇന്നത്തെ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷൻ മന്ദിരമോ പോലെ ഒരു നഗരഭരണ കേന്ദ്രം ഉണ്ടായിരുന്നു. 2500 വർഷം മുമ്പ് വളരെ ആസൂത്രിതമായൊരു നഗരം. ഇന്ന് ആ നഗരത്തിൻ്റെ കൽത്തറകളും കുറേ തൂണുകളും അന്ന് പണിതതിൻ്റെ അവശേഷിപ്പുകളായ കുറച്ച് നിർമ്മിതികളും ഒക്കെ മാത്രമേ ഉള്ളൂ. ചില ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറി കിടക്കുന്നു, കടലിൽ നിന്ന് വെള്ളം കയറി കിടക്കുന്നു. അതെ, ബുട്രിൻറ്റിൻ്റെ പുരാനഗരത്തിലാണ് നമ്മളിപ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഈ ദൃശ്യങ്ങൾക്ക് വലിയ പുലിമയില്ല. തകർന്നു കിടക്കുന്ന കുറേ കല്ലുകൾ, അല്ലെങ്കിൽ മേൽക്കൂരയില്ലാത്ത കുറേ കെട്ടിടങ്ങൾ, ചുവരുകളും മതിലുകളും ഒന്നുമില്ലാത്ത നിർമ്മിതികൾ. ഇവിടെ ചരിത്രത്തെ നമ്മൾ മനക്കണ്ണിലേക്ക് കൊണ്ടുവരണം, ചരിത്രത്തെ വായിക്കണം, പഠിക്കണം. ഈ കാണുന്ന ഓരോ തറയിലും നടന്ന സംഭവങ്ങളെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ആവേശം ഉണ്ടാവും. അതാണ് ചരിത്രം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അക്ലെപ്യൂസ് എന്ന് പറയുന്ന ഒരു ദേവൻ്റെ ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ്. അക്ലെപ്യൂസ് ദേവൻ 2500 വർഷം മുമ്പ് ആ നാട്ടുകാർ ആരാധിച്ചിരുന്ന ഒരു ദേവൻ്റെ പേരാണ് അക്ലെപ്യൂസ്. അദ്ദേഹത്തിൻ്റെ ക്ഷേത്രത്തിന് മുന്നിലേക്ക് തീർത്ഥാടകർ ധാരാളമായിട്ട് വരുമായിരുന്നു. അവർ വന്നത് രോഗശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ്. വന്ന് ഇവിടെ അങ്ങ് താമസിക്കുകയാണ്. രോഗം ഭേദമാകുവോളം അവരവിടെ താമസിക്കും. നമ്മുടെ ഗുരുവായൂരും വേളാങ്കണ്ണിയിലും ഒക്കെ ഈ തീർത്ഥാടന കേന്ദ്രത്തോടനുബന്ധിച്ച് നിരവധി ഹോട്ടലുകളും ലോഡ്ജുകളും ഒക്കെ പണിയല്ലേ എന്ന് പറഞ്ഞ പോലെ അന്നും ഉണ്ടായിരുന്നു ആ ഫെസിലിറ്റി. ഈ വരുന്നവർ അവരുടെ സമ്പത്തുമായിട്ടാണ് വരുന്നത്. വലിയ സമ്പത്ത്, അവരതുവരെ ആർജിച്ച സമ്പത്ത്. പണം മാത്രമല്ല, വിലയേറിയ രത്നങ്ങൾ, ആഭരണങ്ങൾ. ചിലരെ കൊണ്ടുവരിക അവരുടെ മൃഗങ്ങളെ ആയിരിക്കും, വളർത്തു മൃഗങ്ങളെ. ഇതിനെ ക്ഷേത്രത്തിന് സംഭാവന ചെയ്യും. അപ്പോൾ അത് സൂക്ഷിക്കുന്ന വലിയ ട്രഷറികളുണ്ടായിരുന്നു അവിടെ ഇതിനോടനുബന്ധമായിട്ട്. അപ്പോൾ അക്ലെപ്യൂസ് ദേവൻ്റെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ വീണ്ടും നടക്കുമ്പോൾ ഈ വലിയൊരു നഗരം നമ്മൾ അത്ഭുതത്തോടെ കണ്ടാണ് നടക്കുന്നത്. നമ്മൾ മുമ്പോട്ട് നടക്കുമ്പോൾ വലിയൊരു കമാനം കാണാം. ഈ കമാനത്തിൻ്റെ അപ്പുറം തിയേറ്റർ കാണാം. റോമാക്കാരുടെ ഭരണം ഉണ്ടായിരുന്ന എല്ലാ നാട്ടിലും ഒരു തിയേറ്റർ ഉണ്ടാവും. ആംഫി തിയേറ്റർ, ഇൻഡോർ തിയേറ്റർ അല്ല, ഗാലറികൾ, പകുതി ഭാഗം ഗാലറികളുള്ള, എന്നാൽ നടുക്ക് ഷോകൾ നടക്കുന്ന തിയേറ്ററുകൾ. ഗ്രീക്കുകാരായിരുന്നു ആദ്യകാലത്ത് ഈ പ്രദേശത്തെ ഭരിച്ചിരുന്നത്, ഈ പ്രദേശത്തിൻ്റെ ഇവിടെ വസിച്ചിരുന്നതും ഭരിച്ചിരുന്നതൊക്കെ. എന്നാൽ പിന്നീട് കടൽ കടന്ന് റോമാക്കാർ ഇവിടേക്ക് വന്നു, റോമൻ ഭരണത്തിൻ്റെ കീഴിലായി. അതിവിടെ മാത്രമല്ല, ഈ തീരം മുഴുവൻ അങ്ങ് ഇന്നത്തെ ഇസ്രായേലും അല്ലെങ്കിൽ അറബി നാടുകളുടെ ഒരു പ്രദേശവും ഉൾപ്പെടുന്ന ആ ഏരിയ മുഴുവൻ റോമിൻ്റെ ഭരണത്തിന് കീഴിലായി. റോമാക്കാർക്ക് ശേഷം പിന്നീട് ബൈസൻ്റൈൻ ഭരിച്ചിരുന്ന കാലം, ബൈസൻ്റൈൻ കാലഘട്ടത്തിലാണ് ഇവിടെയൊക്കെ ഒരു ക്രിസ്ത്യൻ പ്രദേശമായി മാറിയത്. അപ്പോൾ ഇവിടെ ഈ ദേവൻ്റെ ക്ഷേത്രങ്ങൾക്ക് പകരം ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ഉയർന്നു, ബസിലിക്കകൾ ഉയർന്നു. ആ കാലഘട്ടത്തിൽ ഏകദേശം 7-8 ക്രിസ്ത്യൻ പള്ളികൾ ഈ ചെറുനഗരത്തിൽ, ഈ കോട്ട നഗരത്തിലുണ്ടായിരുന്നു. ഈ നഗരത്തിന് ചുറ്റും കനത്ത കോട്ടയുണ്ടായിരുന്നു. ഈ കോട്ടയ്ക്ക് 4-5 പ്രധാന കവാടങ്ങളുണ്ടായിരുന്നു. ലയൺ ഗേറ്റ്, ലേക്ക് ഗേറ്റ് എന്നൊക്കെ പറഞ്ഞ് പല പേരിലുള്ള ഗേറ്റുകൾ. നമ്മളിങ്ങനെ നടന്നു ചെല്ലുമ്പോൾ ഈ ഗേറ്റുകൾ കാണാം. ഈ കല്ലടുക്കിയിരിക്കുന്നത് തന്നെ അത്ഭുതകരമായ രീതിയിലാണ്. കുമ്മായോ സിമെൻറ്റോ ഒന്നും ഇട്ടിട്ടല്ല. ഒരു കല്ലിനെ ചെത്തിയെടുത്ത്, കൂറ്റൻ കല്ലിനെ എടുത്ത് മുകളിലേക്ക് വെക്കുന്നു. അതിൻ്റെ മുകളിലത്തെ ഷേപ്പിനനുസരിച്ച് മറ്റൊരു കല്ലിനെ ചെത്തിയെടുത്ത് 1 മില്ലിമീറ്റർ പോലും ഗ്യാപ്പില്ലാത്ത മട്ടിൽ അതിൻ്റെ മുകളിലേക്ക് അടുക്കുന്നു. നമ്മൾ തിരുവനന്തപുരത്തെ
പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കോട്ടയെ ചുറ്റി സഞ്ചരിക്കുമ്പോൾ അതുപോലെ കല്ലടുക്കിയിരിക്കുന്ന കാഴ്ച കാണാം. സിമെൻ്റ് ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു കല്ലിനോട് ചേർന്ന് അടുത്ത കല്ല് ചേരത്തക്ക പോലെ ഒരു മുട്ടുസൂചി പോലും ഇടയ്ക്കൂടെ കയറാത്ത രീതിയിൽ പഴയൊരു സാങ്കേതിക വിദ്യയായിരുന്നു. അത് ഞാൻ പല രാജ്യങ്ങളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കോട്ടയാൽ ചുറ്റപ്പെട്ട് ജലത്താൽ ചുറ്റപ്പെട്ട ഒരു വലിയ നഗരമായിരുന്നു ഇത്, ഈ ബുട്രിൻ്റെ. ഈ നഗരത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. നേർരേഖ പോലുള്ള പാതകൾ, കല്ല് വിരിച്ച പാതകൾ, മനുഷ്യരെ ആഘോഷിക്കാനുള്ള സ്ഥലങ്ങൾ, ബാത്ത് ഹൗസുകൾ, മലമുകളിൽ നിന്ന് നീരുറകളിൽ നിന്ന് ചൂടുവെള്ളവും തണുത്ത വെള്ളവും ഇവിടേക്ക് ഒഴുക്കിക്കൊണ്ടുവന്ന് അവിടുത്തെ പ്രമാണിമാർക്ക് കുളിക്കാനുള്ള ഫെസിലിറ്റികൾ, ജിംനേഷ്യങ്ങൾ. അന്നും ഫിറ്റ്നസ്സിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. സൈനികർക്ക് മാത്രമല്ല, നാട്ടുകാർക്കും ഫിറ്റ്നസ്സിന് ജിംനേഷ്യങ്ങളുണ്ടായിരുന്നു, പല ജിംനേഷ്യങ്ങൾ. അങ്ങനെ നമ്മൾ നടന്നു ചെല്ലുമ്പോൾ വലിയൊരു പള്ളിയുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ബസിലിക്ക എന്നാണ് അറിയപ്പെടുന്നത്. ബസിലിക്കയാണ് ഇന്ന് ഈ ബുട്രിൻഡിലെ ഏറ്റവും പ്രമുഖമായ ഒരു നിർമ്മിതി. അതായത് ഏറ്റവും പൂർണ്ണതയോടെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് തകർന്ന ഒരു ദേവാലയം. അതിന് നിരവധി കൽത്തൂണുകൾ, കൂറ്റൻ കൽത്തൂണുകൾ ഇങ്ങനെ നിരയെ ഒപ്പിച്ച് നാട്ടിയിട്ടുണ്ട്. നേവ് എന്ന് പറയും, അതായത് നടുക്കുള്ള ആ വലിയ ഹാള്, അതിൻ്റെ രണ്ടു വശത്തും വീണ്ടും ചെറിയ ഹാളുകൾ, ചുവരുകൾ, നിലത്ത് മൊസൈക്ക് എന്ന് പറഞ്ഞാൽ പണ്ട് നടത്തുന്ന ചിത്രപ്പണികളാണ്. പല നിറത്തിലുള്ള കല്ലുകൾ പൊട്ടിച്ചുണ്ടാക്കുന്ന ചിത്രപ്പണികൾ, മൊസൈക്കുകൾ. ഇത് സജീവമായിരുന്ന കാലത്ത് അലങ്കാര തൂക്കുവിളക്കുകൾ, ചുവരിൽ മുഴുവൻ ചിത്രങ്ങൾ. ആഡംബരത്തിൻ്റെ അവസാന വാക്കായിട്ട് പണിതിരുന്ന ഒരു ബസിലിക്കയാണ്. ഈ ബസിലിക്ക കേന്ദ്രമാക്കി ഒരു ബിഷപ്പ് തന്നെ ഉണ്ടായിരുന്നു ഇവിടെ, ഒരു ക്രിസ്ത്യൻ ബിഷപ്പിൻ്റെ ആസ്ഥാന ദേവാലയമായിരുന്നത്. ഏതാണ്ട് AD 500 മുതൽ AD 1300, 1400 വരെ അങ്ങനെ തുടർന്നു. നമ്മൾ ബസിലിക്ക കണ്ട് വീണ്ടും നടക്കുമ്പോൾ അഗോറയിലേക്ക് എത്തുന്നത്. അഗോറ എന്ന് പറയുന്നത് ചന്തയാണ്, മാർക്കറ്റ് പ്ലേസാണ്. ഏറ്റവും സജീവമായ ഒരു പ്രദേശം അഗോറയായിരിക്കും. വാണിജ്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കേന്ദ്രം. ഒരു ചന്ത എങ്ങനെയാണ് സാംസ്കാരിക കേന്ദ്രമാകുന്നത് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. റോമൻ കാലഘട്ടത്തിലും അതിനു മുമ്പുള്ള ഗ്രീക്ക് കാലഘട്ടത്തിലും ഒക്കെ അഗോറകൾ നാനാഭാഗത്തു നിന്ന് ആളുകൾ കച്ചവടത്തിന് വരുന്ന സ്ഥലമാണ്. ഈ പായ്ക്കപ്പലുകളിൽ, ഈ ബുട്രിൻ്റെ തടാകത്തിലേക്ക് വന്നു ചേരുന്ന നിരവധിയായ പായ്ക്കപ്പലുകൾ അവിടെ അടുങ്ങിക്കിടക്കും. അവിടെ നിന്ന് ഈ ലയൺ ഗേറ്റിലൂടെയും ലേക്ക് ഗേറ്റിലൂടെയും കച്ചവടക്കാർ ഈ പായ്ക്കപ്പലുകളിൽ കൊണ്ടുവന്ന ചരക്ക് ഇവിടേക്ക് കൊണ്ടുവന്നിറക്കും. അത് ഈ അഗോറയിലേക്ക് കൊണ്ടുവരും. അത് വില പറഞ്ഞ് വാങ്ങാനും വിൽക്കാനുമുള്ള ആളുകൾ വന്ന് നിറയും. ആ ചന്ത, അവിടേക്കുള്ള കൽവഴികൾ ഒക്കെ ജനനിബിഡമാകും. അവിടെ വെളിച്ചപ്പാടുകളിരിക്കും. ഈ ചന്തയിലേക്ക് വരുന്ന ആളുകളുടെ ഭാവി പ്രവചിക്കാൻ വേണ്ടിയിട്ട്, ദൈവപ്രീതിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് ഉപദേശിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മതപ്രഭാഷകർ അവിടെ ഉണ്ടാവും. കൂടാതെ രാഷ്ട്രീയ നിരീക്ഷകരുണ്ടാവും. ഇന്നത്തെ ചാനൽ ചർച്ച നടത്തുന്ന പോലെ അവരവിടെ ഒരു തറയിൽ മുകളിൽ നിന്നിട്ട് അവരുടെ ആശയങ്ങൾ അവിടെ പ്രഘോഷിക്കും. ഈ അഗോറ അതിനെല്ലാമുള്ള സ്ഥലമായിരുന്നു. അന്ന് മാധ്യമങ്ങളില്ല. അപ്പോൾ ഈ ചന്തയിൽ വരുന്ന ആളുകളെയാണ് ഇവർ പുതിയ ആശയങ്ങൾ കൊണ്ട് ഉത്ബുദ്ധരാക്കിയിരുന്നത്. അവരുടെ മതചിന്തകളാവാം, രാഷ്ട്രീയത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാവാം, ചിലപ്പം ആരോഗ്യപരമായ പുതിയ കണ്ടെത്തലുകളാവാം, എല്ലാം. ചിലപ്പോൾ വിദ്യാഭ്യാസം നൽകുന്ന പുതിയ ചിന്തകളാവാം, ചിലപ്പം വാനനിരീക്ഷണത്തിൽ അവർ നടത്തിയ പുതിയ കണ്ടെത്തലുകളാവാം. ഇതൊക്കെ ജനത്തെ അറിയിക്കാൻ ഈ ചന്തയിലേക്കാണ് വരുന്നത്. ചന്തയിലൊരു തറ കെട്ടിയിട്ടുണ്ടാവും, അവിടെ നിന്ന് ഇവർക്ക് പ്രസംഗിക്കാം. അതിനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നടന്നു ചെല്ലുമ്പോഴാണ് റോമൻ സിവിക് സെൻറ്ററിലേക്ക് എത്തുന്നത്. അതായത് സിവിക് സെൻറ്റർ എന്ന് പറയുന്നത് അവിടുത്തെ നഗരഭരണ കേന്ദ്രം, ഇന്നത്തെ മുനിസിപ്പാലിറ്റി പോലെ ആ കെട്ടിടം, അതിൻ്റെ അവശേഷിപ്പുകൾ. വീണ്ടും നമ്മൾ നടന്നു ചെല്ലുമ്പോൾ ഈ ബസിലിക്കയുടെ ഭാഗമായ ബാപ്റ്റിസ്ട്രിയിലേക്ക് എത്തും. ഈ ബാപ്റ്റിസ്ട്രി എന്ന് പറയുന്നത് യൂറോപ്പിലെ പള്ളികളോട് ചേർന്ന് പണിയുന്ന മറ്റൊരു പള്ളിയല്ല, അവിടെയാണ് ഈ മാമോദിസ കൊടുക്കുന്ന സ്ഥലം. ഞാനീ പറയുന്നത് സങ്കല്പത്തിൽ മനസ്സിൽ കാണുമ്പോൾ മാത്രമാണ് നമുക്ക് ആ പുരാതന നഗരത്തിൻ്റെ ദൃശ്യം കിട്ടുക. നമ്മൾ അതിലൂടെ സഞ്ചരിക്കുമ്പോൾ പലയിടത്തും കാട് മൂടിപ്പോയിരിക്കുന്നു, മരങ്ങൾ വളർന്നിരിക്കുന്നു, ശിലയുടെ അവശിഷ്ടങ്ങൾ മാത്രമായി പോയിരിക്കുന്നു. ഇത് 1920-കൾ വരെ ഒന്നുമില്ലാത്ത മൂടിക്കിടന്നതായിരുന്നു. ഈ പ്രദേശം മുഴുവൻ വനമായി പോയിരുന്നൊരു സ്ഥലമാണ്. മുസോളിനി ഇറ്റലി ഈ പ്രദേശമൊക്കെ പിടിച്ചടക്കിയ ഒരു കാലത്ത് മുസോളിനിയുടെ നിർദ്ദേശപ്രകാരം ആ ചരിത്രത്തിൽ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്നറിയാം. ബുട്രിൻഡ് എന്ന് പറയുന്ന ഒരു നഗരം റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട്. അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മുസോളിനി ഒരു സംഘത്തെ അയച്ചു. അങ്ങനെ അവരിവിടെ എത്തി. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെല്ലാം കണ്ട് ഇതാണെന്ന് കണ്ടെത്തി. അവരാണ് ആദ്യകാലത്ത് ഉത്ഖനനം നടത്തി നമ്മൾ ഈ കണ്ട പലതിനെയും വർഷങ്ങൾ നീണ്ട ഉത്ഖനനത്തിലൂടെ കണ്ടെത്തുകയായിരുന്നു. പക്ഷേ പിന്നീട് 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഹോജയുടെ ഭരണകാലത്ത് പുറത്തുനിന്ന് ആരും ഇവിടെ ഉത്ഖനനം വേണ്ട എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തന്നെ ഉത്ഖനനത്തിന് ആളുകളെ വെക്കുന്നു. അങ്ങനെ ഏകദേശം ഒരു 10-40 വർഷം നീണ്ട ഉത്ഖനനത്തിനെ തുടർന്നാണ് ഇന്ന് കാണുന്ന മട്ടിൽ ഇതിനെ തെളിച്ചെടുക്കുന്നത്. ഹോജയുടെ ഭരണകാലത്ത്, എൻവർ ഹോജയുടെ ഭരണകാലത്ത് കോളേജ് സ്കൂൾ വിദ്യാർത്ഥികളെ തന്നെ ഈ പണിക്ക് ചുമതലപ്പെടുത്തി.
അവരൊരു പ്രോജക്റ്റ് വർക്കായിട്ട് ഇങ്ങോട്ട് വിട്ടു. അവർ മണ്ണ് മാറ്റിയും കിളച്ചും ക്ലീൻ ചെയ്തും ഒക്കെയാണ് ഇതിലെ പല ഭാഗങ്ങളും തെളിച്ചെടുക്കുന്നത്. ജലാശയ തീരത്ത് കുറേ നഗരഭാഗങ്ങളുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടൊരു കുന്ന് കയറി നമ്മൾ ഉള്ളിലേക്ക് പോകണം. കുന്നിൻ്റെ മുകളിലുള്ള ഭാഗത്താണ് അക്രോപോളിസ് എന്ന് പറയുന്ന ഭാഗം. മുകളിലുള്ള മലമുകളിലെ നഗരം എന്നാണ് അത്. ഗ്രീസിലെ പല നഗരങ്ങളിലും ഏതൻസിലൊക്കെ ഉണ്ട് അക്രോപോളിസ്. അക്രോപോളിസിൽ ഒരു വെനീഷ്യൻ കാസിലൊക്കെ ഉണ്ട്. അത് തകർന്നു പോയിരുന്നു, പക്ഷേ അതൊക്കെ ഏതാണ്ട് പുനർനിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ഈ ബുട്രിൻ്റ് തടാകത്തിൽ നിന്ന്, അതായത് കടലിലെ വെള്ളം കയറി കിടക്കുന്ന, നമ്മുടെ വേമ്പനാട്ട് കായൽ പോലെ കയറി കിടക്കുന്ന ഒരു ഭാഗമാണ്. അവിടെയാണ് ഈ പായ്ക്കപ്പലുകൾ വന്നിരുന്നത്. അവിടെ നിന്ന് ചരക്ക് തീരത്തേക്ക് കൊണ്ടിരുന്നു. അവിടെ നഗരത്തിന് ചുറ്റുമുള്ള വലിയ കോട്ടമതിലിലെ വാതിലുകൾ കടന്ന് അകത്തേക്ക് സാധനം കൊണ്ടിരുന്നു. ഇതൊക്കെ കൊണ്ടുവരുന്നതിന് വണ്ടികളുണ്ട്, ചുമട്ടുകാരുണ്ട്, അതുപോലെ തന്നെ ഉന്തുവണ്ടികളുണ്ട്, അതുപോലെ തന്നെ കുതിരവണ്ടികളുണ്ട്. അതൊക്കെ ഇങ്ങനെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരുന്ന പാതകൾ നമുക്കവിടെ കാണാം. ഈ പാതകളിലൂടെ ഈ കുതിരവണ്ടികൾ ഇങ്ങനെ പോകുന്നത്, കുതിരകൾ പോകുന്നത്, പടയാളികൾ കാവൽ നിൽക്കുന്നത്, അവരുലാത്തുന്നത്, അതുപോലെ തന്നെ ചുങ്കം പിരിക്കാൻ നിൽക്കുന്ന ആളുകൾ, ഇതൊക്കെ നമുക്ക് മനക്കണ്ണിൽ കാണാൻ കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ബുട്രിൻ്റിനെ ആസ്വദിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള ചില സിനിമകൾ അല്ലെങ്കിൽ നമ്മൾ വായിച്ചിട്ടുള്ള ചില പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ മനസ്സിലേക്ക് വരും. ഇതിനെ ഒരു യാത്രയിൽ ആ പ്രദേശത്ത് പോയി നിന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം, സിങ്ക്രണൈസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ആവേശം ഉണ്ടാകുക. പലപ്പോഴും നമ്മുടെ ആളുകൾ യാത്ര ചെയ്യുമ്പം ഇത്തരം പുരാതന കേന്ദ്രങ്ങൾ കാണുമ്പോൾ കുറേ കല്ലേ കാണാനുള്ളൂ എന്ന് പറഞ്ഞ് അവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടുകയും ഷോപ്പിംഗ് സെൻറ്ററിലേക്കും ഭക്ഷണം കഴിക്കുന്നിടത്തേക്ക് അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലേക്കും പോകുന്ന സഞ്ചാരികളെ ഞാൻ കാണുന്നത്. അതല്ല, യാത്രയിൽ നമ്മൾ ഏറ്റവും ആവേശഭരിതരാക്കുന്നത് പഴയ കാലത്തിലേക്കുള്ളൊരു സഞ്ചാരമാണ്. നൂറ്റാണ്ടുകൾ മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്കും അവരുടെ സൗകര്യങ്ങളിലേക്കും അവരുടെ നഗരങ്ങളിലേക്കും അവരുടെ നിർമ്മിതികളിലേക്കും ഉള്ളൊരു സഞ്ചാരമാണ്. ആ സഞ്ചാരം ആസ്വാദ്യമാകണമെന്നുണ്ടല്ലോ, നമ്മളതിനെ മനക്കണ്ണിൽ കാണണം. നമ്മൾ കണ്ടിട്ടുള്ള ചില സിനിമകളിലെ ദൃശ്യങ്ങളുമായിട്ട് ഇതിനെ കൂട്ടിയിണക്കണം. അങ്ങനെ ആ കാലഘട്ടത്തിലെ മനസ്സിൽ കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഞാനിങ്ങനെ ചിത്രീകരിച്ച് നടന്ന് ഏതാണ്ട് 1.5 മണിക്കൂർ പോയതറിഞ്ഞില്ല. ഞാൻ തിരിച്ച് പെട്ടെന്ന് മലയിറങ്ങി ഓടി താഴെ ചെന്നു, പാർക്കിങ്ങിലേക്ക് കടന്നു. പാർക്കിങ്ങിൽ ചെല്ലുമ്പോൾ അലക്സാണ്ട്രോസ് വണ്ടിക്കകത്തുണ്ട്. ഒന്ന് ചിരിച്ചു. വണ്ടിക്കകത്ത് ഞാൻ ചെന്ന് കയറി, നമുക്കിനി സാമിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഈ ബുട്രിൻ്റും സാമിലും ഒക്കെ ഞാനീ ചെല്ലുന്ന സമയത്ത് ടൂറിസത്തിൽ വലിയ വളർച്ച ഉണ്ടാകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയമാണ്. അപ്പോൾ അതിനുവേണ്ടി ഇവർ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പാതകൾ പണിയുക, മനോഹരമായ റോഡുകൾ പണിയുക. നമുക്ക് പലപ്പോഴും ടൂറിസം ഡെസ്റ്റിനേഷനുകൾ വളർന്നതിന് ശേഷം ആ റോഡിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ കൂടി നമ്മൾ ചെറിയൊരു പട്ടണത്തിലേക്ക് എത്തുകയാണ്. ആ പട്ടണത്തിൻ്റെ നമ്മളാ ചെല്ലുന്ന ഭാഗത്തിന് യാതൊരു സൗന്ദര്യമില്ല. തലങ്ങും വിലങ്ങും കറണ്ട് കമ്പികൾ, സൗന്ദര്യമില്ലാത്ത കെട്ടിടങ്ങളൊക്കെ കാണുന്നു. പക്ഷേ വൃത്തികേടുകളില്ല, പോസ്റ്ററുകളില്ല, വഴിയിൽ തലങ്ങും വിലങ്ങും കെട്ടിയ ബാനറുകളില്ല. അതൊരു വലിയ ആശ്വാസം തന്നെയാണ്. അങ്ങനെ ഓടി നമ്മൾ ഒരു കടൽത്തീര ഭാഗത്തേക്ക് വണ്ടി കൊണ്ടുപോയി നിർത്തി. സാമിലിൻ്റെ ബീച്ചാണ് മനോഹരമായ ബീച്ച്. ഈ സാമിൽ അറിയപ്പെടുന്നുണ്ടല്ലോ യൂറോപ്പിലെ മാൽദീവ്സ് എന്നാണ്. മാൽദീവ്സിൻ്റെ കാഴ്ചകൾ നമ്മൾ സഞ്ചാരത്തിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നിങ്ങൾ അല്ലാതെയും കണ്ടിട്ടുണ്ടാവും. മനോഹരമായ പഞ്ചാര മണൽ തീരം, നല്ല പളുങ്ക് ജലം, അടിത്തട്ട് കാണുന്ന ജലം, ഇളം നീല, കടുംനീല, ഇളം പച്ച, കടും പച്ച നിറത്തിലിങ്ങനെ കടൽ വെള്ളം വർണ്ണവിസ്മയം തീർക്കുന്നു. ആകാശത്ത് നോക്കുമ്പോൾ അസാധ്യമായ അതിഗംഭീരമായ ഒരു പെയിൻറ്റിങ് പോലെ നമുക്ക് തോന്നുക. എക്സാക്റ്റ്ലി അത് തന്നെയാണ് ഇവിടെ. ഈ സാമിലിൻ്റെ കടൽത്തീരം മനോഹരമാണെന്ന് മാത്രമല്ല, കടൽത്തീരം സുന്ദരമാണെന്ന് മാത്രമല്ല, ഈ കടലിൽ കുറേയേറെ ചെറു ദ്വീപുകളുണ്ട്. ആ ദ്വീപുകൾ ഓരോന്നും ചെറിയ ഓരോ കുന്നുകൾ കടലിലെടുത്ത് വെച്ച പോലെയാണ്. അതിൻ്റെ സമീപത്തേക്ക് ചെല്ലുമ്പോഴും മണൽത്തീരങ്ങളുണ്ട്. അപ്പോൾ അവിടേക്ക് ചിലയിടത്തേക്ക് നമുക്ക് ചെറിയ ഈ പാഡിൽ ബോട്ടുകളിൽ പോകാം, അതായത് നിന്ന് തുഴഞ്ഞു പോകുന്ന ചില സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ ചെറിയ കയാക്കുകളിൽ പോകാം. ചിലർ നീന്തി തന്നെ പോകും, വളരെ ദൂരമൊന്നുമില്ല. അപ്പോൾ ഈ ബീച്ചുകളിലെ ഓരങ്ങളിൽ ധാരാളം റെസ്റ്റോറൻറ്റുകൾ, രാത്രിയിൽ ആളുകൾ വന്ന് നിറയുന്ന, രാവിലെ ആളുകൾ സൺബാത്തിന് വേണ്ടി ഇങ്ങനെ ബീച്ച് ചെയറുകളിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന മനോഹരമായ പഞ്ചാരമണലിൻ്റെ തീരം, അതിമനോഹരമായ പളുങ്ക് ജലം, അതിസുന്ദരമായ ബീച്ച്. നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ബീച്ചുകളാണ്. ഇവിടെ 1-2 ബീച്ചല്ല, 10-20 ഇത്തരം ചെറിയ ബീച്ചുകളുണ്ട്. ഇങ്ങനെ തീരം മുഴുവൻ. എന്നിട്ട് ഇതിൻ്റെ ഈ കടലിലേക്ക് ഇറങ്ങി ചെറിയ തുരുത്തുകൾ, ദ്വീപുകൾ. നമ്മുടെ ഈ ചെളിവെള്ളം നിറഞ്ഞ എക്കലടിഞ്ഞ ദ്വീപുകളല്ല, പഞ്ചസാര മണലിൻ്റെ ദ്വീപുകൾ. ചെളി എന്ന് പറഞ്ഞ സാധനമില്ല അവിടെയെങ്കിലും, എല്ലാം തൂവെള്ള നിറത്തിൽ. അതിലേക്ക് വന്ന് ചേരുന്ന വെള്ളം നല്ല പളുങ്ക് ജലം. ലോകത്തിലെ തന്നെ ഏറ്റവും ശുദ്ധമായ ജലം ഇവിടെയാണ്. ഈ സാമിലിൻ്റെ തീരത്തെ വെള്ളമാണ് ഏറ്റവും ക്ലിയർ വാട്ടർ എന്നാണ് പറയപ്പെടുന്നത്. ഏതാണ്ട് 40 അടി ആഴത്തിൽ വരെ നമുക്ക് കാഴ്ച കാണാം.
നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും കടൽ തീരത്ത് നിന്നാൽ 40 അടി പോയിട്ട് 10 അടി താഴെയുള്ള കാഴ്ച പോലും കാണാൻ പറ്റില്ല. കാരണം ഇത്രയേറെ നദികൾ കലക്കവെള്ളമായിട്ട് വന്ന് ഇറങ്ങി നമ്മുടെ കടൽ തീരങ്ങൾക്കൊക്കെ ഒരു ചാര നിറമോ ഒരു മഞ്ഞ നിറമാണ് കടലിലെ വെള്ളത്തിന്. ഇതങ്ങനെയല്ല, നല്ല സ്ഫടികം പോലെ, നല്ല ചില്ല് പോലെയാണ്. 40 അടി വരെ താഴെയുള്ള മണൽത്തിട്ടകൾ നമുക്ക് കാണാം. അത്ര ക്ലീനാണ്, കണ്ണുനീര് പോലെ തെളിഞ്ഞ വെള്ളം. ഈ പല ദ്വീപുകളും അടുത്തടുത്താണ്, ചേർന്ന് നിൽക്കുന്ന ചെറിയ ചെറിയ ദ്വീപുകളുണ്ട്. അപ്പോൾ ഒരു ദ്വീപിൻ്റെ മണൽ പരപ്പിൽ നിന്ന് നമുക്ക് അടുത്ത ദ്വീപിലേക്ക് നടക്കാം. മുട്ടോളം വെള്ളമൊക്കെ ഉള്ളൂ. ഈ ദ്വീപിനെ കണക്ട് ചെയ്ത് ചെറിയ മണൽത്തിട്ടകളുണ്ട്. ജീവിതം ആസ്വദിക്കാൻ, കുറേ ദിവസങ്ങൾ പോയി ആഘോഷിക്കാൻ, നീന്താൻ, കളിക്കാൻ, സേഫായിട്ട് ഫാമിലിയായിട്ട് പോയി താമസിക്കാവുന്ന മനോഹരമായ സ്ഥലമാണ് ഈ ഷാമിലിൻ്റെ തീരം. എനിക്ക് അത്ഭുതമായിരുന്നു എന്തുകൊണ്ടാണ് ഇവിടെ അധികം ആളുകളില്ലാത്തത്. അപ്പോൾ സീസൺ ഒരു വലിയ പ്രശ്നമാണ് യൂറോപ്പിൽ. ഈ യൂറോപ്യൻസും അമേരിക്കൻസും ഒക്കെ അവരുടെ ടൂറിസത്തിന് വേണ്ടി അവരുടെ ട്രാവലിൻ്റെ കലണ്ടർ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അവർ യാത്ര ചെയ്യുന്നത് പ്രധാനമായിട്ടും ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇവിടുത്തെ പ്രധാന സീസൺ. അപ്പോൾ നല്ല വെയിലുണ്ടാവും. ഇവർക്ക് ഈ ബീച്ചിൽ വന്ന് വെയിലത്ത് കിടക്കണം, സൺബാത്ത് നടത്തണം, കടലിലെ ആക്ടിവിറ്റികളിൽ മുഴുകണം. അതിനുവേണ്ടി ആ സമയത്താണ് അവർ വർഷത്തിൽ ലീവ് പ്ലാൻ ചെയ്യുക. അതായത് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ആ സമയത്തേക്ക് ലീവ് അവർക്ക് കൊടുക്കും. അവർ സമ്മർ സമയത്ത് അവർക്ക് അനുവദിക്കും ലീവ്. അപ്പോൾ എല്ലാവരും ആ സമയത്താണ് ഇങ്ങ് വരിക. ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ളൊരു സമയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നവംബർ മുതൽ മാർച്ച് വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരില്ലാത്ത സമയമാണ്. നമ്മളീ ചെല്ലുന്നത് ഡിസംബർ ആകാറായ സമയത്താണ്. അതുകൊണ്ടാണ് ടൂറിസ്റ്റുകളൊന്നും നമ്മൾ കാണാത്തത്. അല്ലെങ്കിൽ ഒരു മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിലൊക്കെ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ ജനപ്രവാഹമായിരുന്നേനെ. അതിഗംഭീരമായ ഒരു ടൂറിസം കേന്ദ്രമാണ്. അവിടെ ചില ചെറിയ ഡിങ്കി ബോട്ടുകളുണ്ട്, അതായത് ട്യൂബ് കൊണ്ട് വായു നിറച്ച റബ്ബർ ബോട്ടുകളാണ്. അത് തുഴഞ്ഞു പോകുന്ന ആളുകളെ കാണാം. അപ്പോൾ പുറംകടലിൽ കുറേയേറെ പായ് വഞ്ചികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പായ് കപ്പലുകളെന്ന് പറയത്തില്ല, പായ് വഞ്ചി എന്നും പറയത്തില്ല, സെയിൽ ബോട്ടുകൾ എന്ന് വേണേൽ പറയാം. യൂറോപ്പിൻ്റെ തീരങ്ങളിൽ, മെഡിറ്ററേനിയൻ്റെ തീരങ്ങളിലൂടെ ഇത്തരം സെയിൽ ബോട്ടുകളിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതൊരു വിനോദമാണ്. ഈ സെയിൽ ബോട്ടുകൾക്കുള്ളിൽ അവർ താമസിക്കുന്നത്. പകൽ എന്നിട്ട് ഈ ചെറിയ ഡിങ്കി ബോട്ടിൽ തീരത്തേക്ക് വരും, തീരത്ത് ആഘോഷിക്കും, ബീച്ചിൽ കിടക്കും, ഭക്ഷണം കഴിക്കും, രാത്രി ഈ ബോട്ടിൽ പോയി താമസിക്കും. അപ്പോൾ അത്തരം സഞ്ചാരികളെയൊക്കെ നമുക്ക് ഈ തീരങ്ങളിൽ കാണാം. ഞങ്ങൾ ഈ ഒരു ബീച്ചിലല്ല തന്നെ, അവിടുന്ന് പല ബീച്ചുകളിലേക്ക് വണ്ടി കയറി പോകും. അപ്പം അലക്സാൻഡ്രോസിന് ഈ ബീച്ചുകളൊക്കെ അറിയാം. 3 ഐലൻഡ് ബീച്ച്, പനോരമ ബീച്ച്, അവിടുത്തെ പല റിസോർട്ടുകൾ, ഇങ്ങനെ പലതിലെയും റെസ്റ്റോറൻറ്റുകൾ. ചിലതിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്ന് കാഴ്ചകൾ കാണാം. ചില റിസോർട്ടുകളുടെ മുറ്റത്ത് പോയി നമുക്ക് ഷൂട്ട് ചെയ്യാം. അങ്ങനെയുള്ള കാഴ്ചകളിലേക്കൊക്കെ അലക്സാൻഡ്രോസ് എന്നെ കൊണ്ടുപോയി. 3 ഐലൻഡ്സ് റിസോർട്ടിൻ്റെ ഒക്കെ ബീച്ച് ഏരിയ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ്. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ഗംഭീരമെന്ന് വീണ്ടും പറയുന്നതിൽ ഒരു പന്തികേടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതിമനോഹരമായ ബീച്ചുകളാണ്. ഈ ബീച്ചുകളൊക്കെ ലോകത്തുള്ളപ്പോഴാണ് അവർ അവിടെ നിന്ന് ഇവിടേക്ക് വരുന്നതെന്നോട് നമ്മൾ ചിന്തിക്കണം. ഇടയ്ക്കൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ, നമ്മൾ സൗന്ദര്യത്തോടെ സംരക്ഷിച്ചില്ലെങ്കിൽ, നമ്മൾ അവിടെ കിട്ടുന്ന സൗകര്യങ്ങളിവിടെ കൊടുത്തില്ലെങ്കിൽ, അവിടെ ആഘോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഇവിടെ കിട്ടിയില്ലെങ്കിൽ ടൂറിസം വളരില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവരിവിടെ വരുന്നത് സന്മാർഗം പഠിക്കാനും വേദപാഠം പഠിക്കാനും ഒന്നുമല്ല. അവർക്കതൊക്കെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ വരുന്നത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് ആളുകൾ പോകുന്നത് എൻ്റർടൈൻഡ് ആവാനാണ്, ആഘോഷിക്കാനാണ്, മനസ്സിനും ശരീരത്തിനും ഉല്ലാസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ട ഫെസിലിറ്റി എവിടെ കിട്ടുമോ അങ്ങോട്ട് പോകും, അത്രേ ഉള്ളൂ. കാശുമായിട്ട്, യൂറോയുമായിട്ട്, ഡോളറുമായിട്ട് അവർ വരുന്നതെന്ന് ഓർക്കുക. ഒരു 300 യൂറോ എങ്കിലും ഒരു ദിവസം ഒരാളെ കൊണ്ട് സ്പെൻഡ് ചെയ്യിക്കാൻ കഴിഞ്ഞാൽ നല്ല കാശാതെന്ന് നമ്മൾ തിരിച്ചറിയുക. ഞാനീ പോയി നിന്ന പല ബീച്ചുകളും, പ്രൈവറ്റ് ബീച്ചുകളും, ഇന്ന് അവിടെ നമുക്ക് ഒരു ബീച്ച് ചെയറും ഒരു കുടയും കിട്ടണമെങ്കിൽ 30 യൂറോ മുതൽ 50 യൂറോ വരെ ചിലപ്പോൾ വാടകയുണ്ട് ഒരു ദിവസത്തേക്ക്. അപ്പം ഒരു മണൽപ്പരപ്പിൽ നമ്മൾ പോയി കിടക്കണമെങ്കിൽ ഇപ്പോൾ കാശ് കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് അവിടെ മാറിക്കഴിഞ്ഞു. നമുക്കിവിടെ ഒരു ഹോട്ടൽ മുറി പണിതാൽ ചിലപ്പോൾ അത്രയും വാടക കിട്ടില്ല. അപ്പോൾ ടൂറിസം നല്ല ഡെസ്റ്റിനേഷനുകളിൽ, വൃത്തിയുള്ള പരിസരങ്ങളിൽ, നല്ല ആംബിയൻസിൽ, നല്ല എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റി ഉള്ളിടത്ത് കടൽ തീരത്തെ ഒരു കുടയ്ക്കും ഒരു ബീച്ച് ചെയറിനും ആണുങ്ങൾ വാങ്ങുന്ന പൈസയാണ് ഞാനീ പറഞ്ഞത്. അതിന് വരെ അവിടെ തിരക്കാണ്. ദേഹമനങ്ങാതെ നല്ല കാശ് കിട്ടാവുന്നൊരു മേഖലയാണ് ടൂറിസം. പക്ഷേ വൃത്തി വേണം, സൗന്ദര്യം വേണം, ഫെസിലിറ്റികൾ വേണം, എൻ്റർടൈൻമെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വേണം. നമ്മുടെ ബോധമെല്ലാം അവൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ നോക്കരുത്. അവൻ ലോകം കണ്ടിട്ടങ്ങ് വന്നതിന് നമുക്കൊരു ബോധം വേണം. ഷാമിലിൻ്റെ മനോഹരമായ കാഴ്ചകളെല്ലാം ഷൂട്ട് ചെയ്ത് സറാണ്ടയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. സറാണ്ടയിലേക്ക് പോവാം. അപ്പോൾ അവിടെ ഹോട്ടലുണ്ട്. അങ്ങോട്ട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലാണ്. വണ്ടി വിട്ടു. പോകുന്ന വഴിക്ക് പല കാഴ്ചകളും കണ്ട് മലമ്പാതകളിലൂടെയാണ് പോകുന്നത്. ഒരു 10 കിലോമീറ്റർ ഉണ്ട് ഷാമിലിൽ നിന്ന് സറാണ്ടയിലേക്ക്. നമുക്ക് ചെല്ലേണ്ടത് റോയൽ സറാണ്ട എന്ന് പറയുന്നൊരു ഹോട്ടലിലാണ്. ഞാൻ ഇന്നലെയും ഇന്നും രാത്രി ഈ റോയൽ സറാണ്ടയിൽ താമസിക്കാൻ വേണ്ടിയാണ് ഹോട്ടൽ മുറി ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ജിറോകാസ്റ്ററിൽ നമ്മുടെ അലക്സാൻഡ്രോസിന് രാത്രി താമസിക്കണമെന്ന് പറഞ്ഞപ്പോൾ
ഞാൻ അലക്സാൻഡ്രോസിൻ്റെ സുഹൃത്തായ ആ ഹോട്ടൽ ഉടമയായിട്ട് സംസാരിച്ച് ഒരു ധാരണയിലെത്തി. അദ്ദേഹം ഹോട്ടൽ ഇൻഡസ്ട്രിയിലാണല്ലോ, അദ്ദേഹത്തെ കൊണ്ട് ഈ റോയൽ സറാൻഡ്രയുടെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് അവരുടെ അടുത്തുനിന്ന് ഒരു അനുമതി വാങ്ങിച്ചു. അതായത് ഇന്നലെ രാത്രി നമ്മൾ ജിറോ കാസ്റ്ററിൽ താമസിക്കും, ഇന്നലെയും ഇന്നുമായിട്ട് 2 രാത്രി ഓരോ മുറി ആയിരുന്നു ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിരുന്നത്. പകരം ഇന്ന് ഒരൊറ്റ രാത്രി എനിക്ക് 2 മുറി വേണം, എനിക്കും അലക്സാൻഡ്രോസിനും. അങ്ങനെയായിട്ട് മാറ്റിത്തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. ഇവർ വിളിച്ച് സംസാരിച്ച് അലക്സാൻഡ്രോസും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൂടെ ഈ ഹോട്ടലിൽ വിളിച്ച് സംസാരിച്ച് അങ്ങനെ ആക്കി മാറ്റി. ഇന്നലത്തെ ക്യാൻസൽ ചെയ്ത് ഇന്ന് 2 മുറിയാക്കി മാറ്റി. അപ്പോൾ ചിലവ് കൂടുതലൊന്നുമില്ല. നേരത്തെ ഞാൻ തന്നെ താമസിക്കാനുള്ള മുറിയായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്, ഇപ്പോൾ ഇന്നിപ്പോൾ അലക്സാൻഡ്രോസിനൂടെ മുറി വേണമല്ലോ. അപ്പോൾ അങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പം അതെനിക്കൊരു കൺഫ്യൂഷനുണ്ട്, അവിടെ ചെല്ലുമ്പം അങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നുള്ളത്. ഏതായാലും ഉള്ള നേരത്തെ അങ്ങോട്ട് ചെല്ലാൻ തീരുമാനിച്ചു. അങ്ങോട്ട് ഓടുകയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ സറാണ്ട പട്ടണത്തിലേക്ക് എത്തുന്നു. പട്ടണത്തിൻ്റെ ബീച്ച് ഏരിയയിലൂടെ പ്രൊമനേഡിലൂടെ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് മനോഹരമായ ചില ബീച്ചുകൾ കാണുമ്പോൾ അവിടെ വണ്ടി നിർത്താൻ പറയും. നല്ല ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള സുന്ദരമായ ബീച്ച്. ഈ ബീച്ചിൽ നിൽക്കുമ്പോൾ അങ്ങകലെ കോർഫു ദ്വീപ്. ഈ കോർഫു ദ്വീപിലെ കാഴ്ചകൾ, അതിനിടയ്ക്കുള്ള ശാന്തമായ കടൽ, ആ കോർഫു സ്ട്രെയിറ്റ് എന്ന് പറയുന്ന ഒരു കടൽ ചാലാണ് ശരിക്കും പറഞ്ഞത്. അവിടെ 100 കണക്കിന് കുടകൾ, അത് ഈ ഓലമേഞ്ഞ ഓലക്കുടകളാണ്, നിരയൊപ്പിച്ച് നാട്ടിരിക്കുന്ന ഓലക്കുടകൾ. പക്ഷെ ഒരു മനുഷ്യരുമില്ല. ഉച്ച കഴിച്ച നേരമാണ്. ചിലപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഓഫ് സീസൺ ആണെങ്കിലും ഉണ്ടാവും. അവരൊക്കെ വൈകിട്ട് ഇവിടെ ഇറങ്ങുള്ളൂ. ഈ തെരുവുകളിലേക്ക് രാത്രിയാകുമ്പോഴത്തേക്കും ടൂറിസ്റ്റുകൾ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. വീണ്ടും വണ്ടി വിട്ട് റോയൽ സറാൻഡ ഹോട്ടലിലെത്തുന്നു. അവിടെ കയറി ചെല്ലുമ്പം വലിയ മനോഹരമായ ഹോട്ടലൊന്നുമല്ല, പക്ഷേ ഗംഭീരമായൊരു സ്ഥലത്താണ്, ബീച്ചിൽ തന്നെ. ഈ ഹോട്ടലിൻ്റെ മുറ്റം എന്ന് പറയുന്നത് ബീച്ചാണ്, അതിനപ്പുറം കടലാണ്. അതിമനോഹരമായ സ്ഥലത്താണ്. ഞാനത് മാപ്പൊക്കെ നോക്കി ബുക്ക് ചെയ്തതാണത്. കയറി ചെല്ലുമ്പോൾ ഒരു പെൺകുട്ടിയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പാസ്പോർട്ട് കൊണ്ടുപോയി കൊടുത്തു. അവർ 2 മുറി റെഡിയാക്കിയിട്ടുണ്ട്. പാസ്പോർട്ട് നോക്കി എഴുതാനൊക്കെ ഒത്തിരി സമയമെടുത്തു. കഷ്ടിച്ച് ഇംഗ്ലീഷൊക്കെ അറിയാം. 107ഉം 108 മുറികൾ ഞങ്ങൾക്ക് തന്നു. 107-ാം മുറിയിലേക്ക് ഞാനും 108-ാം മുറിയിലേക്ക് അലക്സാൻഡ്രോസും പോയി. അത് കഴിഞ്ഞ് മുറിക്കകത്തേക്ക് ചെന്ന് കയറുമ്പം വലിയ ആഡംബരത്തൊന്നുമില്ല, പക്ഷേ AC ഉള്ള നല്ല മുറിയാണ്, തരക്കേടില്ലാത്ത മുറിയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ആകർഷണം ആ ജനലിൻ്റെ കർട്ടനങ്ങ് മാറ്റി നോക്കുമ്പോൾ ഉണ്ടല്ലോ, ആ സുന്ദരമായ കടൽ, ആ ഇളം നീല കടുന്നീല നിറത്തിലുള്ള ആ കടൽ, സുന്ദരമായ ബീച്ച്, അങ്ങകലെ കോർഫു ദ്വീപ്, അതിനിടയ്ക്കുള്ള ആ ചാനൽ, അതിമനോഹരമായ കാഴ്ച. എനിക്ക് ഈ ബീച്ചുകൾ കണ്ട് ആ ഹോട്ടൽ മുറികളുടെ ബാൽക്കണികൾ ഇങ്ങനെ ഇരിക്കുന്നിടത്തോളം മനസ്സിന് ആനന്ദം തരുന്നൊരു അനുഭവമില്ല. വേറൊന്നും വേണ്ട, വെറുതെ ഇങ്ങനെ ചിന്തിച്ച് ചരിത്രമോർത്ത് ചരിത്രം വായിച്ച് അങ്ങനെ ഇരിക്കണം കടൽ കണ്ടുകൊണ്ട്. സൗത്ത് ആഫ്രിക്കയുടെ തെക്കേ മുനമ്പിൽ മോസൽ ബേയിലോ ഒക്കെ പോയി നിൽക്കുമ്പോഴും, പോയി അവിടുത്തെ ഹോട്ടലിൻ്റെ ബാൽക്കണിയിൽ ഇരിക്കുമ്പോഴും ഞാൻ ഇതേ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ബാൾട്ടിക് സമുദ്രത്തിൻ്റെ തീരത്തെ ചില നഗരങ്ങളിൽ, അമേരിക്കയുടെ സാൻഡിയേഗോ പോലുള്ള പട്ടണങ്ങളിലെ കടൽ തീരങ്ങളിലൊക്കെ പോയിരുന്ന് ഈ കടൽ കണ്ട് ആ തിരങ്ങളിങ്ങനെ വരുന്നത് കണ്ടുകൊണ്ട് ആ ബീച്ച് കണ്ടുകൊണ്ടിരുന്ന് ഇങ്ങനെ ചരിത്രം ഓർക്കുക എനിക്കിഷ്ടമുള്ള കാര്യമാണ്. ഈ റോയൽ സറാൻഡ്രയുടെ ബാൽക്കണിയിൽ ഇങ്ങനെ ഇരുന്ന് കഥ ഓർത്തിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന കുറേ രസകരമായ സംഭവങ്ങളുണ്ട്. 2ാം ലോക മഹായുദ്ധ കാലത്ത് കൊടിയ യുദ്ധമാണ്. ഈ പ്രദേശമൊക്കെ നമുക്കറിയാലോ, നമ്മളൊന്നും അത് കണ്ടിട്ടില്ല. ബോംബിങ്ങും യുദ്ധവിമാനങ്ങളിൽ വന്ന് ബോംബിടലും കരയുദ്ധവും എല്ലാം നടന്ന പ്രദേശങ്ങളാണ് ഇവിടെയൊക്കെ ആദ്യം ഇറ്റലി പിടിച്ചടക്കി, പിന്നെ ജർമ്മനി പിടിച്ചടക്കി, പിന്നെ ഇവരെ തിരിച്ച് കമ്മ്യൂണിസ്റ്റ് ഭരണ പട്ടാളക്കാർ പിടിച്ചടക്കി, ചെമ്പട പിടിച്ചു. ഇങ്ങനെ പല ദശാസന്ധികൾ കണ്ട നഗരം. അക്കാലത്ത് ഒരു ബ്രിട്ടീഷ് യുദ്ധവിമാനം വരുന്ന വഴിക്ക് ഈ തീരത്ത് എവിടെയോ തകർന്നു വീണു, കടലിൽ വീണു. അതെവിടെ വീണു എന്ന് ആർക്കും അറിയില്ലായിരുന്നു. അടുത്ത കാലത്ത് ഈ വിമാനം കടലിനടിയിൽ ചില മുങ്ങൽ വിദഗ്ധന്മാർ കണ്ടുപിടിച്ചെന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ സറാൻഡ ബീച്ചിൽ നിന്നുള്ളൊരു പ്രധാന ടൂർ എന്താണെന്നറിയോ? ഈ ബോട്ടിൽ കയറ്റി അവിടെ കൊണ്ടുപോയിട്ട് സ്കൂബ ഡൈവിങ്, നേരെ ഈ തകർന്നു കിടക്കുന്ന വിമാനം കാണാൻ കടൽത്തട്ടിലേക്ക് കൊണ്ടുപോവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങടി വരെ തെളിഞ്ഞ വെള്ളമായതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് കാണാം, നല്ല സുന്ദരമായ കാഴ്ചയാണ്. അത് മുങ്ങി അത് കണ്ട് തിരിച്ചു വരുന്ന ഒരു ടൂറിസ്റ്റ് ആക്ടിവിറ്റിയായി മാറിയിരിക്കുകയാണിപ്പോൾ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എൻവർ ഹോജ എന്ന് പറയുന്ന ഭരണാധികാരി ലോകത്തെ മുഴുവൻ ഭയന്നിട്ട് അവരെല്ലാം നമ്മളെ ആക്രമിക്കുമെന്ന് ഭയന്ന് 1,70,000 ബങ്കറുകൾ ഈ രാജ്യത്താകെ പണിതെന്ന്. അതിൽ കുറേയേറെ എണ്ണം പണിതിരിക്കുന്നത് ഈ സറാണ്ടയും പരിസരത്തുമാണ്. ഇവർ അന്ന് പണിത കോൺക്രീറ്റ് ബങ്കറുകൾ ഇന്ന് ടൂറിസത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറി. അതിൽ പലതും ഇപ്പോൾ കൂണൊക്കെ പോലെ പണിത് വെച്ചിരിക്കുന്ന സാധനങ്ങളുണ്ട്, ഷെൽട്ടറുകൾ, കോൺക്രീറ്റ് ഷെൽട്ടറുകളാണ്. അതിൽ പലതും ഇന്ന് കഫേകൾ, അതുപോലെ തന്നെ സുവനീർ കടകൾ ഒക്കെ ആക്കി മാറ്റിയ ആൾക്കാർ, അതിനെയൊക്കെ പെയിൻറ്റ് ചെയ്ത് കലാകാരന്മാർ അതിനെ അങ്ങനെയൊക്കെ മാറ്റി. ഇതിന് 2 ഗുണമുണ്ടല്ലോ, ഒരു ചരിത്രപരമായ ഒരു പ്രാധാന്യമുണ്ട്,
ഒപ്പം ഒരു ടൂറിസത്തിൻ്റെ സാധ്യതയായിട്ട് അതിനെ മാറ്റിയിരിക്കുന്നു. ഈ കോവിഡിന് ശേഷം സെറാണ്ട, സാമിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശമൊക്കെ ഉണ്ടല്ലോ ഡിജിറ്റൽ നോമാഡുകളുടെ പ്രദേശം എന്നറിയപ്പെടുന്നത്. അതായത് യൂറോപ്പിലെ മെയിൻലാൻഡിലെ വമ്പൻ കമ്പനികളിൽ, വമ്പൻ IT കമ്പനികളിൽ, വമ്പൻ ടെക് കമ്പനികളിൽ ജോലി ചെയ്യുന്നവരൊക്കെ അവിടെ ലാപ്ടോപ്പും ഭാണ്ഡവും ഒക്കെ ആയിട്ടെടുത്ത് ഇങ്ങ് പോരുകയാണ്. ഇവിടെ ഇരുന്നാണ് ഇപ്പോൾ പണിയെടുക്കുന്നത് മാസങ്ങളോളം. കാരണം എന്തറിയോ, സുന്ദരമായ സ്ഥലം, അവർക്ക് വേണ്ടി നല്ല ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ഈ പ്രദേശത്ത് പ്രൊവൈഡ് ചെയ്യുന്നു. കൂടാതെ ചുരുങ്ങിയ ചിലവിൽ ജീവിക്കാം. യൂറോപ്പിൽ ജീവിക്കുന്നതിൻ്റെ ഒരു 10-1 പണം കൊണ്ട് ഇവിടെ ജീവിക്കാം. അപ്പോൾ അവരുടെ വീട്ടിലെ വീട്ടുവാടകയും കറണ്ട് ബില്ലും ഒക്കെ കൊടുക്കുന്നതിന് പകരം ഇവിടെ വന്നൊരു ഹോം സ്റ്റേയിലോ ചെറിയൊരു ലോഡ്ജിലോ ഇത്തരത്തിലുള്ള ചെറിയൊരു ഫെസിലിറ്റിയിലോ താമസിച്ചുകൊണ്ട് ഗംഭീരമായി ജീവിതം ആസ്വദിക്കാം, പണിയെടുക്കാം. ഇവിടെ ഇരുന്നാണ് അവർ ജോലി ചെയ്യുന്നത്. ഡിജിറ്റൽ നൊമാഡ്സ് എന്നാണ് അവരെ വിളിക്കുന്നത്. അവരവരുടെ നാട്ടിലുള്ള അവരുടെ ആ വീടുണ്ടല്ലോ, ആ സമയത്ത് വേറെ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കും. അങ്ങനെ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന പൈസ മാത്രം മതി ഇവർക്കിവിടെ സുഖമായിട്ട് ജീവിക്കാൻ, ആഘോഷകരമായിട്ട് ജീവിക്കാൻ. അങ്ങനെ ഒരു ട്രെൻഡും ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുകയാണ്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തീരത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റ് കാലത്ത് രാത്രിയൊക്കെ ആയി കഴിയുമ്പോൾ ആളുകൾ നീന്തും. കൂടാതെ ചിലത് ചെറിയ മീൻ വഞ്ചികളിൽ കടന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് നിന്ന് ഗ്രീസിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഇവിടുന്ന് ഈ കടൽ ചാനൽ നീന്തി കോർഫു ദ്വീപിലേക്ക് പോകുമായിരുന്നു. അന്ന് പട്ടാളം അത് പിടികൂടും, പലരെയും, ചിലരെ വെടിവെക്കും. പക്ഷേ എങ്കിലും ഒത്തിരി ആളുകൾ ഈ കോർഫു ദ്വീപിലേക്ക് അഭയാർത്ഥികളായിട്ട് ഇവിടുന്ന് കയറി ചെന്നു. പിന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലോകത്തേക്ക് അവരുടെ ജീവിതത്തെ മാറ്റി പറിച്ചു നട്ടു. ഞാൻ കുറേ നേരം ഇതെല്ലാം ഓർത്തിരുന്ന് പയ്യെ വെയിലൊക്കെ ആറി ഒരു 4:30-5 മണിയൊക്കെ ആയി പുറത്തേക്കൊന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ അലക്സാണ്ട്രോസിൻ്റെ മുറിയുടെ വാതിക്കലൊന്ന് മുട്ടി. ഒരു ശബ്ദവുമില്ല. ഇനി ആശാൻ കിടന്ന് ഉറങ്ങുമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ വിളിച്ചുണർത്തണ്ട. ഞാൻ താഴെ റിസപ്ഷനിലേക്ക് ചെന്നു. റിസപ്ഷനിൽ ചെന്നപ്പം അവിടുത്തെ പെൺകുട്ടി പറഞ്ഞു, നിങ്ങളുടെ ഫ്രണ്ട് പുറത്തേക്ക് പോയി, അപ്പോൾ നിങ്ങളോട് പറയാൻ പറഞ്ഞു, രാത്രി വൈകിയേ വരുള്ളൂ, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ ഒക്കെ കാണാൻ പോവുകയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞാൽ അയാളുടെ നമ്പറുണ്ടല്ലോ, അത് ഈ ലേഡി അദ്ദേഹത്തെ വിളിച്ചു തരും. ഇല്ലെങ്കിൽ പുള്ളിയെ നോക്കണ്ട, നമുക്ക് രാവിലെ കാണാം, ലേറ്റ് നൈറ്റിലേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഞാൻ പിന്നെ ഈ സെറാണ്ടയുടെ തെരുവുകളിലൂടെ നടന്നു. ആദ്യം കടൽ തീരത്തൂടെ നടന്നു. അവിടുത്തെ മറീനയിലേക്ക് പോയി. അവിടെ വലിയ സമ്പന്നരുടെ ആഡംബര ബോട്ടുകൾ നിരന്ന് കിടക്കുന്ന ഭാഗത്തേക്ക് ചെന്നു. അത് കഴിഞ്ഞ് ചെല്ലുന്നിടത്ത് കടലിലേക്ക് ഇറക്കി കെട്ടിയ തിട്ടകളിൽ ആളുകളിരുന്ന് മീൻ പിടിക്കുന്നിടത്തേക്ക് ചെന്നു. ഈ ചൂണ്ടയിട്ടല്ല, ഈ ചരടും അതിൻ്റെ അറ്റത്ത് കൊളുത്തും ഇരയേ ഉള്ളൂ, അങ്ങനെ വലിച്ചെടുക്കുന്ന ചൂണ്ടകൾ. കൂടാതെ അതിമനോഹരമായ ഗംഭീരമായ 5 സ്റ്റാർ ഹോട്ടലുകൾ, റിസോർട്ടുകൾ, അവരുടെ മുമ്പിലെ റെസ്റ്റോറൻറ്റുകൾ, അതിൻ്റെ മനോഹരമാക്കിയിരിക്കുന്ന മുറ്റങ്ങൾ, അതിലേക്ക് ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ തീരത്ത് നിന്ന് ഞാൻ ഉൾപ്രദേശങ്ങളിലേക്ക് കയറി, കുന്ന് കയറി. അവിടെയാണ് സാധാരണക്കാർ വസിക്കുന്ന ആ പ്രദേശങ്ങൾ. അവിടുത്തെ വീടുകൾ, ആ വീടിൻ്റെ മുറ്റം ഒക്കെ പന്തലിട്ടിരിക്കുക, മുന്തിരിപ്പന്തൽ. ഈ മുന്തിരിപ്പന്തൽ എന്ന് പറഞ്ഞാൽ മുന്തിരി കൃഷി നടത്തുന്നത് തന്നെയാണ്. മുന്തിരി വിളയും, അവിടുന്ന് മുന്തിരി പറിച്ചെടുക്കും, അവർ വൈനുണ്ടാക്കും. വീടിൻ്റെ തിണ്ണകളിൽ ആളുകളിരിക്കുന്നു. അതുപോലെ ചില കഫേകളുടെ തിണ്ണയിലിരുന്ന് കഥ പറഞ്ഞിരിക്കുന്ന മുതിർന്ന ആളുകൾ. അതുപോലെ അവിടെ ഒരു ഫുട്ബോൾ ക്ലബ്ബുണ്ട്. ഈ ഫുട്ബോൾ ക്ലബിൻ്റെ മുമ്പിൽ ജേഴ്സിയൊക്കെ അണിഞ്ഞ് നിൽക്കുന്ന കുറേ ചെറുപ്പക്കാർ, കളിക്കാർ. ഇങ്ങനെ ആ നഗരത്തിൻ്റെ സാധാരണ ജനങ്ങളുടെ ജീവിതം കണ്ടുകൊണ്ട് കുറേ നേരം ഇങ്ങനെ നടന്നു. പിന്നെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ പഴയൊരു സിനഗോഗിൻ്റെ അവശേഷിപ്പുകൾ എക്സ്കവേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഭാഗം, വേറൊരു ഭാഗത്ത് ഒരു ഫൗണ്ടന്. ഇങ്ങനെ സന്ധ്യമയങ്ങിയ നേരത്ത് ആ നഗരത്തിലെ സാധാരണക്കാരുടെ ജീവിതങ്ങളിലൂടെ എല്ലാം കുറേ നേരം സഞ്ചരിച്ചു. എന്നിട്ട് ഞാൻ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് കയറി. അത്തരം സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നല്ല ഭക്ഷ്യവിഭവങ്ങൾ കിട്ടും. നമ്മളതെടുത്ത് അവരുടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓവനിൽ വെച്ച് അത് ചൂടാക്കി തരും. അത് കുറച്ചൊക്കെ ബേക്കറി സ്വഭാവമുള്ള സാധനങ്ങളാണെങ്കിൽ കൂടി അത് വാങ്ങും. അവിടെ നിന്ന് ഞാൻ അത്താഴത്തിനുള്ള കുറേ സാധനങ്ങൾ തിരഞ്ഞെടുത്തു. കുറച്ച് പഴങ്ങൾ, നല്ല ജ്യൂസ്, കുറച്ച് നല്ല ഇറച്ചി കൊണ്ടുള്ള ചില പലഹാരങ്ങൾ, നാട്ടുകാർ കഴിക്കുന്ന ചില വിഭവങ്ങൾ, ഇതൊക്കെ എടുത്ത് ഓവനിൽ നിന്ന് പാകം ചെയ്യിച്ച് എടുത്തു വാങ്ങി. തെരുവിലൂടെ നടന്നു. ഞാൻ തിരിച്ച് ഹോട്ടലിലേക്ക് ചെന്നു. എൻ്റെ 107 നമ്പർ മുറിയിലേക്ക് കയറി ചെന്നു. ഒന്ന് കുളിച്ച് ഒന്ന് റെഡിയായി ഞാൻ ആ ബാൽക്കണിയിലേക്ക് ഇറങ്ങി. അപ്പോഴും അതിമനോഹരമായ കടൽ തീരം കാണാം. നന്നായിട്ട് ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നു. ചുറ്റുമുള്ള റെസ്റ്റോറൻറ്റുകൾ, അതിൻ്റെയൊക്കെ മുകളിൽ ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നു. അവിടെ നിന്നൊക്കെ സംഗീതം ഒഴുകിയെത്താൻ തുടങ്ങിയിരിക്കുന്നു. രാത്രി ആഘോഷത്തിന് വേണ്ടി ആളുകൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഞാൻ മുമ്പേ കണ്ട തെരുവല്ല, ഇപ്പോൾ തെരുവിൽ ആളുകളുണ്ട്, ധാരാളം ജനങ്ങളുണ്ട്. അവരെല്ലാം റെസ്റ്റോറൻറ്റുകളിലേക്ക് നടക്കുന്നു, ബീച്ചിലേക്ക് നടക്കുന്നു. ആ കാഴ്ചകൾ കണ്ട്, ആ കടൽ കണ്ട്, അങ്ങകലെയുള്ള കോർഫു ദ്വീപിലെ മങ്ങിയ വെളിച്ചം കണ്ട് ആ ഭക്ഷണം കഴിച്ച് ഞാൻ ആ ബാൽക്കണിയിലിരുന്നു. അതിസുന്ദരമായൊരു സന്ധ്യയായിരുന്നു അത്.
അമേരിക്കയെ ഇനി ടെലിവിഷനിലൂടെയല്ല നേരിൽ തന്നെ കാണാം. സഞ്ചാരം ഒരുക്കുന്ന 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അവിസ്മരണീയ യാത്ര. വണ്ടേഴ്സ് ഓഫ് USA. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് തുടങ്ങി ലോസ് ഏഞ്ചലസ്, ലാസ് വേഗാസ്, നയാഗ്ര ഫാൾസ്, വാഷിംഗ്ടൺ DC എന്നിവിടങ്ങളെല്ലാം പിന്നിട്ട് ന്യൂയോർക്കിൽ സമാപിക്കുന്ന ദീർഘമായൊരു അമേരിക്കൻ സഞ്ചാരം. അത്ഭുതകരമായ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കുമുള്ള യാത്ര കൂടിയാണിത്. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, ഫിഷർമാൻസ് വാർഫ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം, ഹോളിവുഡ് സൈൻ, ലാസ് വേഗാസ് എന്ന ഉല്ലാസ നഗരം, ഗ്രാൻഡ് കാനിയൻ, ഹൂവർ ഡാം, നയാഗ്ര ഫാൾസ്, വൈറ്റ് ഹൗസ്, 9/11 മെമ്മോറിയൽ തുടങ്ങി നൂറുകണക്കിന് കാഴ്ചകൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതായിരിക്കും ഈ അമേരിക്കൻ സഞ്ചാരം. US വിസയുള്ളവർ ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും ഉടൻ വിളിക്കൂ. ഫോൺ 75919 സന്ദർശിക്കൂ sanjaram.com.